Hey guys, welcome back to my YouTube channel. കുറേ ദിവസമായില്ല എൻ്റെ കുറച്ച് ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. പക്ഷെ നമ്മൾ ഓണൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ഷൂട്ട് നടത്താൻ വേണ്ടിയിട്ടാണല്ലേ. ഒരു ആയി കൊടുക്കടി. ആരാന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ, സുഭിഷാണ് ഗൈസ്. ഞാനും ഇവിടെ മാത്രമൊന്നുമല്ല, അമ്മു ചേച്ചി, അപ്പു, സ്വത്തു, ശ്രേയ ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ജസ്റ്റ് പോയി വ്ളോഗ് എടുക്കാമല്ലോ വേണ്ടിയിട്ടാണ്. കൊല്ലംകോട്ടിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലത്താണ്. എവിടെയാണെന്ന് വെച്ചാൽ കുടിലല്ലേ, കുടിലിടം. എനിക്കത് പറയാൻ കിട്ടില്ല ഗൈസ്. നമ്മൾ അവിടേക്കാണ് പോകണം. അവിടെ പോയി ജസ്റ്റ് ഷൂട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. ഇതാണ് സുഭിഷ, അറിയാലോ. ജസ്റ്റ് തിരിയടി, പൂവൊക്കെ വെച്ച് ലുക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ഗൈസ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണോ? കൊള്ളാമോ ഗൈസ്? അമ്മൻ്റെ സാരി അടിച്ചിട്ട് എൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ നോക്കാം ഗൈസ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം. പിന്നെ അപ്പു അവരൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പുതിയൊരു ക്യാമറയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ വഴിയെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട, നമുക്ക് സെറ്റാക്കാം ഗൈസ്. അവിടെ എൻട്രി ഫീ ഉണ്ട്. പിന്നെ ക്യാമറയ്ക്ക് അവിടെ കുറേ 1 മണിക്കൂറിന് 250 രൂപ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഫോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരും എല്ലാം അവിടെ നിന്ന് റെഡി ആയിട്ട് വരുന്നുള്ളൂ. എന്തായാലും അറിയാമല്ലോ, ഗേൾസിൻ്റെ ഒരുക്കം തന്നെ മണിക്കൂർ നേരമാണല്ലോ. എൻ്റെ മാലയൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പുതിയ കമ്മലാണ്, കാണാൻ തന്നെ നല്ല പണ്ടത്തെ ഒരു വൈബാണല്ലേ. ഷൂട്ടിന് പറ്റിയൊരു വൈബൊക്കെ തന്നെ. അപ്പം നമുക്ക് പോകാം ഗൈസ്. ഉള്ളിക്ക് പോകാം അല്ലേ? ഉള്ളിക്ക് പറ്റി കാണാം. ചാർജ് എത്ര രൂപയാണ്? രണ്ടുപേരും ഞങ്ങൾ ടിക്കറ്റ് എത്ര വന്നിട്ടുണ്ട് ഗൈസ്? 60 രൂപയാണ്. കപ്പിൾസിനൊക്കെ 2 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ഇവിടെ അലൗഡ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ നോർമലായിട്ട് വരുന്നവർക്കാണെങ്കിൽ എത്ര ടൈം ആണെങ്കിൽ നിൽക്കാമല്ലേ. ഒരാൾക്ക് 30 രൂപയാണ്. പിന്നെ ക്യാമറയ്ക്ക് വരുന്നതോ 1 മണിക്കൂറിന് വന്നിട്ട് 350 രൂപയാണ് അത്രേ. പിന്നെ നമ്മൾ കൂടുതൽ ടൈം എടുക്കുമോ പറഞ്ഞിട്ട് അവരെന്താ പറയുക, 1000 രൂപ അവിടെ അഡ്വാൻസ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കേസ്. ഒരു കോള് വരുന്നുണ്ട്, 1 മിനിറ്റ്. അവര് തോണിയിലൊക്കെ കളിക്കുകയാണ്. ചെടി ഇങ്ങനത്തെ ഒക്കെ ഒരു വൈബാണല്ലേ. പിള്ളേരെ അവിടെ നിന്ന് റെഡി ആയിട്ട് വരാൻ തന്നെ കുറേ ടൈമാവും പറയണു ഗേസ്. ഈ ഗേൾസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ മണിക്കൂർ നേരം ഒരുങ്ങിയിട്ട് വരാൻ. ഇവിടെ ഞങ്ങൾ ഇരിക്കുകയാണ്. അവരിനി വന്നിട്ട് ഷൂട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ ഗേസ്. നമ്മൾ വന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫുള്ള് കുടിയിൽ ഇങ്ങനൊരു ജസ്റ്റ് പണ്ടത്തെ ഒരു വൈബാണ്. ഒരു വീട് പോലെ, പിന്നെ തോണി അങ്ങനത്തെയൊക്കെയാണ്. കുറച്ച് പൂവുണ്ട് അല്ലേ. അവിടെ ജസ്റ്റ് ഒരു ഹേർട്ടൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് അതുവരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കിളിയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമുക്ക് അങ്ങനെ പണ്ടത്തെ പോലെ നമ്മൾ കുറച്ച് ടാസ്ക് പിടിച്ച വഴി കൂടിയാണ് പോണത്. വീണ തിമിര് പോലെ കാണിക്കണം. നല്ല വഴി ഉണ്ടാകുമ്പോൾ അതിൽ കൂടെ നടക്കാറുണ്ട്. നമുക്ക് മീനുണ്ടെങ്കിൽ മീനെ പിടിച്ചിട്ട് പോവാം. ഓവിൽ ഫുള്ള് ഫാമിലി അങ്ങനത്തെയൊക്കെ. അവിടെ പണി ചെയ്യുന്നുണ്ട് ചേച്ചി, കുറച്ച് അമ്മമ്മമാർ കാണണ്ട. ഈ പാടമൊക്കെ നമ്മുടെ അവിടെ ഉണ്ട് സത്യം പറഞ്ഞാലേ. ഇവിടെ ഒരു വ്യത്യാസം പറഞ്ഞാൽ വീടും തോണി അങ്ങനെയൊക്കെ. കുറച്ച് ചെണ്ടുമല്ലിയൊക്കെ ഉണ്ട്. അതൊക്കെ വലിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലോ എന്നിട്ട് നോക്കുകയാണ്. ഇതെന്തിനാ യൂസ് ചെയ്യണ സത്യം പറഞ്ഞാൽ അറിയില്ല ഗൈസ്. ഇത് പണ്ടത്തെ ഇതെന്തിനാ യൂസ് ചെയ്യണമെന്ന് അറിയുമോ? ഏതിനൊക്കെ അവിടെ എന്തൊക്കെയോ എടുക്കുന്നതാണോ തോന്നുന്നു. എനിക്ക് ഇതിനെ പറ്റിയിട്ട് വിശദീകരിച്ച് പറഞ്ഞുതരാൻ എനിക്കൊന്നും അറിയില്ല ഗൈസ്. ജസ്റ്റ് ഇവിടെ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വന്നു. പക്ഷെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ അവിടെ പാടമൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു വൈബൊക്കെ തന്നെയാണ്. കുറച്ച് ചെണ്ടുമല്ലിയും ഉണ്ട്, ഇരിക്കാനുള്ള ഒരു ഇതും ഉണ്ട് അല്ലേ. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് വേറെ ഉണ്ടെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. ഒരു ഹേർട്ടും ഉണ്ട്. ഇങ്ങനെ കപ്പിൾസിനോ ഫാമിലികൾക്കൊക്കെ ജസ്റ്റ് ഇരിക്കാനുള്ളൊരു സത്യം പറഞ്ഞാൽ ഗൈസ്. എൻ്റെ ഈ ഡ്രസ്സ് വന്നിട്ട് നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതിലൊരു ഗ്രീൻ കളർ സ്കേർട്ടാണ്. അത് ഞാൻ ഇട്ടപ്പോൾ ഭയങ്കര പൊന്തുക്കം എന്നിട്ട് ഞാൻ കാവിൻ്റെ സ്കേർട്ട് ഇട്ട് വന്നാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ പുതിയ കമ്മൽ, മാല, എൻ്റെ കുഞ്ഞു കുഞ്ഞു വള എങ്ങനെയുണ്ടെന്ന് പറയണം ഗൈസ്. ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഔട്ട്ഫിറ്റ്. ഓണത്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഷൂട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ വരുന്നുള്ളൂ. ആ പിള്ളേർ 11 മണിയായി ഗൈസ്. ഇനി എത്ര മണിക്ക് വന്ന് ഷൂട്ട് നടത്താനൊന്നും അറിയില്ല. ഞങ്ങളതിന് കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് അവർ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക്
ആൾക്കാർ പണി ചെയ്യണ കണ്ടില്ല ഗൈസ്. അവിടെ പുതിയൊരു പിന്നെയും വേറൊരു കുടിലും കൂടി കെട്ടാനാണ് തോന്നുന്നത്. ഗൈസ് കുടിലിടം അവിടെയാണ് ശരിക്കും ഇത് തുറന്നു വരുന്നത്. പക്ഷെ നമ്മളിപ്പുറത്തോടെയാണ് വന്നത്. തോണി അവിടെ കുറേ ചെക്കന്മാർ ഫോട്ടോഷൂട്ട് നടത്തണം. അവിടെ കുറേ പിള്ളേർ. ഇവിടെ ഫുള്ള് ഷൂട്ട് തന്നെ. നമ്മളവിടെ പോസ്റ്റർ അടിച്ചേക്കണം. നമ്മളവിടെ ഇരിക്കുമ്പോൾ റോട്ടിൽ കൂടെ ഓട്ടോ ഒക്കെ പോകുന്നത് കണ്ടേ. ആ പ്രാന്ത പിള്ളേർ 4-5 ഓട്ടോയിലാണ് വരുന്നത്. കാണിച്ചര ഗ്യാസ് ഞാൻ അവൻ്റെയൊക്കെ ലുക്ക്. അവരൊക്കെ ഫുള്ള് സാരിയാണ്. ഞാൻ മാത്രമാണ് പിന്നെ സ്കേർട്ടുണ്ട് ഒപ്പൊക്കെ. എന്നിട്ട് കാണാം ഗ്യാസ്. പാവം നമ്മുടെ അപ്പു നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വരികയാണ്. കാണിച്ചു തരാം നമുക്ക് ഞാൻ. ഗസ് ദാ എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ എടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോഷൂട്ട്. ഗേസ് അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കല്ലേ. അപ്പോൾ ഞങ്ങൾ നിർത്തുകയാണ് ഗേസ്. അപ്പോൾ ഓക്കെ ബൈ ബൈ ബൈ. ബൈ ഗൈസ്. ദാ ശ്രേയ ചേച്ചി ഉണ്ട്. ഓക്കെ ബൈ ഗൈസ്.